അപ്പൊ ഫ്രണ്ട്സ്, ഇറങ്ങിയിട്ട് വെറും 4 ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ ദിലീപ് ഏട്ടന്റെ, നമ്മുടെ ജനപ്രിയ നായകന്റെ കംബാക്ക് മൂവിയായിട്ട് എല്ലാവരും കരുതിയിരുന്ന ബബ്ബബ്ബ ഇപ്പൊ C5 വന്നിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഈ C5ന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തതായിരുന്നു. എൻ്റെ മോനെ, ഇത്രയും തല്ലിപ്പൊളി ഒരു ആപ്പില്ല. എനിക്ക് തോന്നുന്നു OTT പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഏറ്റവും തല്ലിപ്പൊളിയാണെന്ന്. ഈ ഒരു സംഭവം കാണാൻ വേണ്ടി ഉണ്ടായ കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഫറിങ് ലോഡ് ആവുന്നില്ല, സ്റ്റക്ക് ആവുന്ന, അങ്ങനെ എങ്ങനെയൊക്കെയോ അപ്പൊ കണ്ട കാര്യത്തിലോട്ടേക്ക് നമുക്ക് കടക്കാം. ആദ്യം ഒരു സിനാരിയോ പറയുകയാണെങ്കിൽ, ഈ സിനിമയുടെ ട്രെയിലറും അതുപോലെ തന്നെ മറ്റേ അഴിഞ്ഞാട്ടം പാട്ടൊക്കെ വന്നപ്പോൾ, എസ്പെഷ്യലി ട്രെയിലർ വന്നപ്പോൾ എൻ്റെ മക്കളെ, ഞാൻ ട്രെയിലർ റിയാക്ഷൻ ചെയ്തതാണ്. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അതുപോലെ തന്നെ ദിലീപ്, ഇവരിലുള്ള ഒരു മാഡ്നെസ് കോംബോ എന്തൊക്കെയോ വലിയൊരു തീപ്പൊരി ഐറ്റമാണ് വരുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ ട്രെയിലർ റിയാക്ഷൻ കണ്ടപ്പോൾ അല്ലെങ്കിൽ ട്രെയിലർ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഷുവർ ഷോട്ട് 150 crore അല്ലെങ്കിൽ 200 crore അടിക്കാൻ പോകുന്ന പടമാണെന്നാണ്. ഇമാതിരി ഒരു കത്തി ബോംബിലായിരിക്കും ഞാൻ കൊണ്ടുപോയി തല വെക്കാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ റിവ്യൂസ് ഒക്കെ വന്നല്ലോ. അതിനുശേഷം തന്നെ എനിക്ക് കാണാൻ മൂടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ പോയിട്ട് കാണാനിരുന്ന തിയേറ്ററിൽ നിന്ന്. എന്തായാലും OTTക്ക് വേണ്ടി കാത്തിരുന്നത് നന്നായി. അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി അബദ്ധമായി പെട്ട് പോയാൻ എൻ്റെ ആശാനെ എന്ന് ലാലേട്ടൻ വിളിക്കുന്നുണ്ട്. അത് വേറെ കാര്യം, അത് നമുക്ക് പിന്നെ വരാം. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്, അത് നമുക്ക് അവസാനം സംസാരിക്കാം. കാരണം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒട്ടനവധി പറയാനുണ്ടല്ലോ. ആദ്യത്തെ ഒരു പകുതി വരെ, അതായത് 1.5 മണിക്കൂർ വരെ എന്തൊക്കെയാണ് ഇതിൽ കാണിക്കുന്നതെന്ന് ഒരു തിരുപാടും എനിക്ക് ഉണ്ടായിട്ടില്ല. മാഡ്നസ് ആണ്, നോ ലോജിക് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവര് തന്നെ ലേബിൾ വെച്ച് അടിച്ചു തരുന്നുണ്ട് കുറെ പ്രാവശ്യം. എന്തെല്ലാം പറഞ്ഞാലും ഒരു തരത്തിലും എന്താ പറയാ, ഒരു കണക്ഷൻ എന്ന് പറയുന്ന സാധനമില്ല. ഒന്നാമത്തെ കാര്യം, ഇത് ജസ്റ്റ് ഇൻസ്റ്റാ റീല് പോലെ ഓരോരോ സംഭവങ്ങൾ സ്ക്രോൾ ചെയ്തിട്ട് വരുന്ന പോലെ ഓരോ സീൻസ് വരുന്നതാണെന്നൊക്കെ കുറെ ആൾക്കാർ കുത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ അറ്റൻഷൻ ഉണ്ടാവണ്ടേ, അതും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റൻഷൻ സ്പാൻ ഇല്ലാത്ത ആൾക്കാർക്കാണ് ഇൻസ്റ്റാ റീൽ തോണ്ടി ഓരോന്നിങ്ങനെ ഒരു 150 റീൽസ് തോണ്ടുന്നതിൻ്റെ ഇടയിൽ ഒരു 10 സെക്കൻഡ് കാണും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ആണെങ്കിലും അതിലോട്ടേക്ക് ഒരു ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് തോന്നണ്ടേ, അതും തോന്നുന്നൊന്നുമില്ല. അത് തോന്നിയൊരു സന്ദർഭമുണ്ട്, അത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അതുപോലെ തന്നെ കുറേ കോംബോകൾ ഇതിൽ അടിക്കാൻ നോക്കിയിട്ടുണ്ട്. ലാലേട്ടൻ ദിലീപ് ഒരു അൾട്ടിമേറ്റ് കോംബോ, ഓക്കെ, അതിരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ധ്യാൻ വിനീത്, ഇങ്ങനത്തെയൊക്കെ കോംബോ ഒക്കെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഒരു ഇൻട്രസ്റ്റും തോന്നില്ല, അതായത് ഒരു താല്പര്യം തോന്നില്ല. ഇവരെന്തൊക്കെയോ കാണിക്കുന്നു, ഇവർ സ്വയമായിട്ട് എന്തൊക്കെയോ വിഡ്ഢിത്തം വിളിച്ചു പറയുന്നു. അതാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നനഞ്ഞ പടക്കം പോലെ പൊട്ടുന്നുമില്ല, എന്നാൽ തിരി കൊളുത്തുന്നുമുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നുമില്ല. ആ ഒരു പൊട്ടലിന് വേണ്ടി, ആ ഒരു ശബ്ദത്തിന് വേണ്ടി നമ്മൾ കാതോർത്തിരിക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ വലിയൊരു കോമഡി പീസ്, ലോക സിനിമയിൽ വലിയ മാസ് റോളൊക്കെ ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു സാൻഡി മാസ്റ്റർ. ഇതിൽ വന്നിട്ട് ഭൂലോക കോമഡി പീസാക്കി വിട്ടിട്ടുണ്ട്. അത് വലിയ നല്ലൊരു മികച്ച തീരുമാനമായിരുന്നു എന്ന് പറയേണ്ടി വരും. അതുപോലെ ഞാൻ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ C5 കുറേ ദിലീപേട്ടൻ്റെ പടങ്ങളുണ്ട്, പ്രിൻസ് ആൻഡ് ഫാമിലി, അതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത്, ഞാൻ ലാസ്റ്റായിട്ട് ദിലീപേട്ടൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ വെച്ചിട്ട് കണ്ടത് എൻ്റെ ഓർമ്മയിൽ തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു ചന്ദ്രേട്ടൻ എവിടെയോ അങ്ങനത്തെ ഒരു പടം ഉണ്ടായിരുന്നില്ല, മറ്റേ സിദ്ധാർത്ഥ ഭരതൻ ഡയറക്റ്റ് ചെയ്ത ആ ഒരു സിനിമ മറ്റേ ലാസ്റ്റ് കണ്ടത്. OTTയിലായിട്ട് അവസാനം കാണാനുണ്ടായിരുന്ന ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. കേശു ഈ വീടിന്റെ നാഥനായിരുന്നു, അത് നല്ല മികച്ചതായിരുന്നു. അതിനുശേഷം കുറെ സിനിമയൊന്നും OTTക്കാർ തന്നെ എടുക്കാറില്ല. മെയിൻ സ്ട്രീം പ്ലാറ്റ്ഫോം ഒക്കെ, ബാന്ദ്ര, അങ്ങനത്തെ ഇഷ്ടം പോലെ പടങ്ങൾ, തങ്കമണി, അങ്ങനത്തെ കുറെ പടങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ഇടയിൽ. ഒന്നും തന്നെ ആരും കണ്ടിട്ടില്ല. ചിലപ്പോൾ കാണാത്തത് നല്ലതിനായിരിക്കും. അപ്പോൾ പിന്നെ നല്ല കാര്യത്തിലോട്ടേക്ക് പറഞ്ഞു വരികയാണെങ്കിൽ, ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം സംഭവം കുറച്ചൊന്ന് രസമായി, ഒന്ന് കളറായി എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ OG ലാലേട്ടൻ വന്നതിന് ശേഷം തന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഇൻട്രോ തൊട്ടിട്ട് ലാലേട്ടനെ കാണിച്ചു തൊട്ടിട്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഓറ അങ്ങ് കയറി വന്ന്. ഈ ഓറ കിട്ടുന്നില്ല. ദിലീപേട്ടൻ്റെ കുറേ കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ എന്താ പറയണ്ട, ഓറ ഇല്ല. ആ ഒരു മാസ്നെസ്സിലേക്ക് ആ ഒരു കഥാപാത്രം വരുമ്പോൾ ആ ഒരു ഇത് കിട്ടണ്ടേ, അത് കിട്ടുന്നുണ്ടായിട്ടില്ല. ലാലേട്ടൻ വന്നപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, ആ അഴിഞ്ഞാട്ട പാട്ട് വരെ. പിന്നെ ലാലേട്ടൻ്റെ അപ്രതീക്ഷ, പിന്നെ അവസാനം വന്നു, പിന്നെ എന്തൊക്കെയൊക്കെയോ കാണിച്ചു വെക്കുകയാണ്. എന്നാൽ ലാലേട്ടൻ്റെ ഫ്രെയിമിൽ കാണുമ്പോൾ ഒരു രസം.
അത് ഇതുമാതിരിയുള്ള ലാലേട്ടന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരു പാട്ട് ഇറക്കി കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഇറക്കി കഴിഞ്ഞാൽ കൊളുത്തും, അത് കത്തിക്കേറുന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. ആകെപ്പാടെ ലാലേട്ടനെ അങ്ങനെ ഒന്ന് കണ്ടു, ഒരു 10 മിനിറ്റ് എൻജോയ് ചെയ്തു എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഈ സിനിമ കണ്ടതിന് ശേഷം പ്രത്യേകിച്ച് മെമ്മറബിൾ ആയിട്ട് അല്ലെങ്കിൽ എടുത്തു നിൽക്കുന്നതായിട്ട് ഒന്നും ഒരു ഫീലില്ല. എന്തൊക്കെയോ കാണിച്ചു, കുറെ റീല് പോലെ സ്ക്രോൾ ചെയ്തങ്ങ് പോയി, കണ്ടു തീർത്തു, അത്രേ ഉള്ളൂ. അതായിരുന്നു ബബ്ബബ്ബ. വേണ്ട രീതിയിൽ വിജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തിയേറ്ററിൽ ഈ സിനിമ വൻ സംഭവമാണെന്നൊക്കെ എസ്പെഷ്യലി ഞാൻ പോലും വിചാരിച്ചതായിരുന്നു. എൻ്റെ ഒരു വിചാരം തന്നെ എന്തായാലും തെറ്റി. തിയേറ്റർ വെർഡിക്റ്റ് വന്നതിന് ശേഷം പടം തകതിമിയായി എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ OTT കണ്ടപ്പോൾ എന്താണ് റീസൺ എന്നുള്ളത് സംഭവം മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ബബ്ബബ്ബ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തും, കമൻസ് ആയിട്ട് ഇടും. നമുക്ക് അവിടെ ഒരു ഡിസ്കഷൻ തന്നെ നടത്താം. So we'll come with another video next time. Until then, take care guys and bye bye.